റാഫി റാഫി എടാ നീ ദുബായിൽ ഉറങ്ങാൻ വന്നയാ? അനക്ക് നൈറ്റ് ഡ്യൂട്ടി തന്നെ കേട്ടാ. എനിക്ക് കഴിഞ്ഞ 5-6 നൈറ്റ് ആയിട്ട് ഒരു ഡ്യൂട്ടിക്ക് പോലും പോകുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ സാധാരണ നൈറ്റ് ഒന്നും ചെയ്യാ? ഉറങ്ങുക. അതിനല്ലേ ഞാനും ചെയ്യുന്നത്, നൈറ്റ് ഡ്യൂട്ടി. ആ ഫസ്റ്റ് ഒറിജിനൽ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ കാര്യത്തിനും കാണുന്നില്ലടാ. സേതു ഒരു വിജേഷ് വിളിക്കുന്ന. വിശേഷ വിജേഷ് വീഡിയോ കോളാ? ഞങ്ങളോട് ഓഡിയോ കോളാ. ഇവനാ എന്റെ ചങ്ങായില്ലേ? ചെങ്ങായി എന്ന് പറഞ്ഞാൽ ചെങ്ങായിയാന്ന്. പക്ഷെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ ചെല്ലുമ്പോൾ ബാക്കിയുള്ള കൂട്ടുകാരന്മാരെല്ലാം നമ്മളെ കാണാൻ പറ്റൂലേ, ബന്ധുക്കാരല്ലോ. ഇവൻ വരുമെന്നില്ല. ഇങ്ങനെ ബാക്കിയുള്ള ചങ്ങായിമാരെ പരം കണ്ടാൽ ഇവൻ അധികം മിണ്ടുമില്ല. ഒരു പ്രത്യേക ഒരു ടൈപ്പാണ്. എന്തിനു വിളിച്ചോളി? ഐഫോൺ ആയിരിക്കും എന്നാല്, അല്ലേ കുപ്പി, അല്ലെ ഈത്തപ്പഴം. കുറഞ്ഞതൊരു കോടാലി തെലും കഴിക്കും. അല്ലാണ്ട് ഇങ്ങനത്തെ കോടാലികൾ വിളിക്കൂലല്ലോ. എൻ്റെ അവളെ ഉപ്പാനെ തന്നെ നോക്ക്, ഇതല്ലാണ്ട് വിളിക്കൂല കാലേ. ശരിയാണ്. നമ്മൾ ഈ 2-3 വർഷം കഴിഞ്ഞിട്ട് പോകുന്നത് എന്തിനാ? നാട്ടിലൊന്ന് ചില്ലാക്കാനല്ലേ. നമ്മൾ പോകുമ്പോൾ നമ്മളെ ചങ്ങായിമാരെല്ലാം വന്ന് ഒപ്പരിരുന്ന് കുറച്ച് അടിച്ച് അതിൻ്റെ ഒരു എന്റർടൈൻമെന്റ് വേറെയല്ലേ. ഇത് കണ്ടാലും ഉണ്ടാത്ത ഇങ്ങനത്തെ എല്ലാം ചങ്ങായി എന്ന് എങ്ങനെയാണ് പറയണത്? ഒരാവശ്യത്തിനും വിളിക്കൂല. ഇതിപ്പോ എന്തിനു വിളിച്ച് ഞാൻ പറഞ്ഞു? ഹലോ സേതു, വിജേഷാണ്. നമ്മളെ നമ്പറിലറിയല്ലേ? നീ ഇപ്പൊ എന്തിനാ വിളിച്ചിന്? എന്നാ വേണ്ടേ അത് പറ. അല്ലടാ, ടിവിയിലും ഫോണിലെല്ലാം ഇങ്ങനെ കണ്ട് അവിടെ ഇങ്ങനെ യുദ്ധാന്ന്, കുറെ ആളെല്ലാം മരിച്ചെന്നല്ലോ. അങ്ങനെയുണ്ട്. അതിന് എടാ, നീ സേഫ് അല്ലേ? ആടാ ഞാൻ സേഫാ. എന്നാ ശരിടാ. എടാ വെക്കല്ല. എന്നാടാ യുദ്ധം തുടങ്ങി ഇത്ര ദിവസമായിട്ട് ഞാനീ പറഞ്ഞ കൂടെ നിന്നടിക്കുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ പെട്ടി പൊട്ടിക്കാൻ കാത്തിക്കുന്ന കുടുംബക്കാരോ എന്നെ ഈ ദിവസം വരെ വിളിച്ചിട്ടില്ല, ഒന്ന് സേഫാണെന്നൊന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ ഇവൻ വിളിച്ച് സേഫാണെന്ന് ചോദിച്ചാലോ ഞാനല്ലടാ തോറ്റുപോയി.